കിൻഫ്രയെ കൂടാതെ 9 സെക്ടറുകളിലായി മൊത്തം 41 സ്ഥാപനങ്ങളാണ് വ്യവസായ വകുപ്പിന് കീഴിലുള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 9 എണ്ണം മാത്രമാണ് ലാഭം നേടിയത്. അതേസമയം നടപ്പ് സാമ്പത്തിക വർഷം 11 സ്ഥാപനങ്ങൾ ലാഭത്തിലായതായാണ് വിലയിരുത്തൽ. ഇതിൽ 3 എണ്ണത്തിന് നാമമാത്രമായ ലാഭം മാത്രമേ നേടാനായിട്ടുള്ളൂ. മുൻവർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ മൊത്തം ടേൺ ഓവർ 1247 കോടിയിൽ നിന്ന് 1302 കോടിയായി ഉയർന്നു. അതേസമയം സർക്കാരിന്റെ നഷ്ടം 33.57 കോടിയിൽ നിന്ന് 58.92 ഉയർന്നു. നഷ്ടത്തിന്റെ 50% ഇലക്ട്രിക്കൽ ടെക്സ്റ്റൈൽ മേഖലയിൽ നിന്നാണ്. ടേൺ ഓവർ വർദ്ധിപ്പിച്ചിട്ടും നഷ്ടത്തിലേക്ക് കൂടുതൽ കൂപ്പുകുത്തിയ 6 സ്ഥാപനങ്ങളുണ്ട്. അതേസമയം ടേൺ ഓവർ കുറഞ്ഞെങ്കിലും നില മെച്ചപ്പെടുത്തിയ 4 സ്ഥാപനങ്ങളും. ഈ 4 സ്ഥാപനങ്ങളുടെയും ബാലൻസ് ഷീറ്റ് ഇപ്പോൾ നെഗറ്റീവിലാണെങ്കിലും ഭാവിയിൽ ഒരുപക്ഷെ ലാഭത്തിലായേക്കാം. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ്, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ്, സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർഗിങ്സ്, കാഡ്കോ, സിൽക്ക് എന്നീ 5 സ്ഥാപനങ്ങൾ ഈ സാമ്പത്തിക വർഷത്തിൽ നഷ്ടത്തിൽ നിന്ന് കരകയറി. അതേസമയം ലാഭത്തിലുണ്ടായിരുന്ന 3 എണ്ണം നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. എല്ലാ കാലത്തും സർക്കാർ പണം മുടക്കി പൊതുമേഖലയെ നിലനിർത്തുക എന്നത് അപ്രായോഗികമാണെന്നാണ് റിയാബും സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നത്. ഇതുതന്നെയാകും ധനമന്ത്രിയുടെയും ഏറ്റവും പ്രധാന വെല്ലുവിളി. സനൂപ് ശശിധരൻ, മീഡിയ 1, കൊച്ചി.